മതത്തെ വിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഒരുപക്ഷെ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വരുന്നത്. അവിടെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗാന്ധിജിയെ അറിയാൻ, ഗാന്ധിജി എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണം. കുട്ടികളോട് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. എഹ്സാൻ ജഫ്രി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ MP കൊല്ലപ്പെട്ടു മുസ്ലിം ആയതുകൊണ്ട്. ബാബരി പള്ളി പൊളിച്ചത് അതിൻ്റെ കെട്ടിടത്തിലുണ്ടായ ഒരു ടെക്നിക്കൽ ഇഷ്യൂസിൻ്റെ പേരിലല്ല, മതത്തിൻ്റെ പേരിലാണ്. ഈ രാജ്യത്ത് അതൊരു പ്രശ്നമാണ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്നുണ്ടെങ്കിൽ, RSSന് വിഷമമുണ്ടാവും എന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ ഞങ്ങൾക്കത് പറയാതിരിക്കാനാവില്ല. ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ, നവകാലിയിലേക്ക് പോകുന്ന ഗാന്ധിജിയുണ്ട്. നിങ്ങൾ പഠിക്കണ ചെറുപ്പക്കാരെ, നവകാലിയിലേക്ക് പോകുന്ന ഗാന്ധിജിയുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ പതാക ഡൽഹിയിൽ പൊന്തുന്ന ദിവസമാണ്. ഗാന്ധിജി പോയിട്ട് അവിടുത്തെ മുസ്ലിങ്ങളോടും ഹിന്ദുക്കളോടും പറഞ്ഞു, നിങ്ങളിങ്ങനെ തമ്മിത്തല്ലി മരിക്കല്ല. പലരും ബാപ്പുജിയോട് പറഞ്ഞു, ഭ്രാന്ത് പിടിച്ചവരാണ് ബാപ്പുജി അവർ, നിങ്ങൾ തിരിച്ചു പോയിക്കോ. ബാപ്പുജി പോയില്ല, അവിടെ നിന്നു. ആ സമയത്ത് ബാപ്പുജിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഓടിപ്പാഞ്ഞു വന്ന് ബാപ്പുജിയുടെ ആ മെല്ലിച്ച ശരീരം മുറുക്കെ ചേർത്ത് പിടിച്ചിട്ട് ഒരൊറ്റ കരച്ചിലാണ്. അയാൾ പറഞ്ഞു, എൻ്റെ മക്കളെ മുസ്ലിം തീവ്രവാദികൾ കൊന്നുകളഞ്ഞു. ബാപ്പുജി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ബാപ്പുജിയുടെ ഒരു മറുപടി ഉണ്ട്, ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നു. ബാപ്പുജിയുടെ മറുപടി ഉണ്ട്. ബാപ്പുജി പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഹിന്ദുക്കൾ കൊന്ന മുസ്ലിം ഉണ്ടാവും, അവൻ്റെ മക്കളിലൊന്നിനെ നീ എടുത്തു വളർത്ത്, എന്നിട്ട് അവനെ നല്ല മുസ്ലിമാക്കി വളർത്ത്. വെട്ടും കൊലയും നടത്തുന്ന മുസ്ലിമായിട്ടല്ല, നല്ല മുസ്ലിമായി വളർത്ത്. ഗാന്ധിജിയുടെ വാക്കായിരുന്നു. ആ ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെ ഇനി കേരളത്തിൻ്റെ പാഠപുസ്തകങ്ങളിലേക്ക് വരികയാണ്. പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിജി ഇറങ്ങിപ്പോവാണ്, ഗോഡ്സെ വരികയാണ്. പാഠപുസ്തകങ്ങളിൽ നിന്ന് നെഹ്റു ഇറങ്ങിപ്പോവാണ്, അവിടെ സവർക്കർ വരികയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് ഉറപ്പ് തരുന്നു, നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ, ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാരാ RSSും നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും.